നമസ്കാരം, എല്ലാവർക്കും സത്താൻ മെനുവിലേക്ക് സ്വാഗതം. ഞാൻ നീതു. അപ്പോൾ ഇന്ന് സത്താൻ മെനുവിൽ ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു മിക്സഡ് റൈസ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് വിഭവമാണിത്. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തയക്കാനും അതേപോലെ തന്നെ നമ്മൾ ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മുടങ്ങാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കാം. പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഏകദേശം ഒരു 2-3 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുക്കാം, അതേപോലെ തന്നെ വെളിച്ചെണ്ണ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു നല്ല വലിപ്പമുള്ള ഒരു 1.5 വെളുത്തുള്ളി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചെറിയ അല്ലിയൊക്കെ ആണെങ്കിൽ ഒരു 2-3 വെളുത്തുള്ളി മതിയാവും. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു സവോളയാണ് ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വലിപ്പമുള്ളതൊക്കെ ആണെങ്കിൽ പകുതി മതിയാവും. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ സവോള പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിനകത്തേക്ക് ഇനി പച്ചക്കറികളൊക്കെ ചേർക്കാനുണ്ട്. അതിനും കൂടി ചേർത്തിട്ട് ഞാനിപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സംശയമാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പച്ചക്കറിയൊക്കെ ചേർത്തതിന് ശേഷം ഉപ്പ് ചേർത്താൽ മതിയാവും. അപ്പോൾ ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഏകദേശം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് പൊടികളൊക്കെ ചേർക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല എരിവുള്ള മുളക് പൊടി ഞാൻ 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതിന് നല്ല എരിവുള്ളത് കൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികൾ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കുവാണ്. അപ്പോൾ ഈ ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ഫ്ലേവർ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ 1/4 ടീസ്പൂൺ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഗരം മസാലയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആ പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കിതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ബീൻസും ക്യാരറ്റുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പച്ചക്കറികൾ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതിൻ്റെ അളവും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 2 മീഡിയം സൈസുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഏകദേശം ഒരു 10-15 ബീൻസ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ വ്യത്യാസം വരുത്താം. എത്രത്തോളം പച്ചക്കറി വേണം റൈസിൽ അതിനനുസരിച്ചിട്ട് വ്യത്യാസം വരുത്താവുന്നതാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കണം. ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല. അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല, അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ പൊടികളൊക്കെ കരിഞ്ഞു പോവുകയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് വെള്ളം ഒന്ന് തെളിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. കാരണം പൊടികളൊക്കെ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റൊക്കെ അങ്ങ് മാറും. നമ്മുടെ റൈസിന് ഒരു ടേസ്റ്റ് കാണില്ല. അപ്പോൾ അത് നോക്കിക്ക് നമ്മുടെ ക്യാരറ്റും ബീൻസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഏകദേശം 3 മുട്ട എടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് മുട്ട സെപ്പറേറ്റ് ആയിട്ടൊന്ന് ചിക്കി എടുക്കാവുന്നതാണ്. പക്ഷേ ഞാൻ ഇതിനകത്തേക്ക് തന്നെ മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ മുട്ട വെജിറ്റബിൾസിൻ്റെ കൂടെ മിക്സ് ആവണ്ടെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടൊന്ന് ചിക്കിയെടുക്കാം. അപ്പോൾ ഞാൻ 3 എണ്ണം പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എണ്ണ എത്രത്തോളം വേണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതൊന്ന് നോക്കിക്ക് ഞാൻ മുട്ടയൊക്കെ നന്നായിട്ട് ചിക്കി എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ചേർക്കാൻ മറക്കരുത്. കാരണം മുട്ട കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മിക്സ്. പിന്നെ നമ്മളിതൊന്ന് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് റൈസ് ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി റൈസ് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു പാൻ നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ ഒരു കടായി എടുക്കുക. അതിനകത്തേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക.
ഞാനിപ്പോൾ ഏകദേശം 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർത്തിട്ടുണ്ട്. കൂടെ ഒരു പിടി കാഷ്യൂനട്ടും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ കാഷ്യൂനട്ട് ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, റൈസ് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 1 കപ്പ് അരി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പിട്ട് വേവിച്ചതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുന്ന സമയത്ത് സൈഡിൽ വേവിക്കാൻ വെക്കാവുന്നതാണ്. അപ്പോൾ കുക്കറിലൊക്കെ വേവിക്കുവാണെങ്കിൽ പെട്ടെന്ന് റൈസ് റെഡിയായി കിട്ടും. പക്ഷേ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, അധികം കുഴഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതാ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഈ കശുവണ്ടിയൊക്കെ നമ്മൾ മൂപ്പിച്ചില്ലേ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ബസ്മതി റൈസൊക്കെ പെട്ടെന്ന് കുഴഞ്ഞു പോവും. അതുകൊണ്ട് നല്ല ചൂടോട് കൂടിയിട്ട് ചോറിട്ട് മിക്സ് ചെയ്യരുത്. അത് ജസ്റ്റ് ഒന്ന് ആറിയതിന് ശേഷം മാത്രം മിക്സ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ പതുക്കെ മിക്സ് ചെയ്യുക കേട്ടോ. ഞാൻ ചോറ് വേവിക്കുന്ന സമയത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടില്ല, ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വേവിക്കുവാണെങ്കിൽ നമുക്ക് അരിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വേവിൻ്റെ കാര്യം മാത്രം നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഉപ്പ് ഓൾറെഡി റൈസിൽ ചേർത്തുകൊണ്ട് ഞാനിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഉപ്പ് ചേർക്കാതെയാണ് വേവിക്കുന്നതെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പച്ചക്കറിയും മുട്ടയൊക്കെ ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റൈസ് കൂടിയാണ്. മുട്ടയും പച്ചക്കറിയൊക്കെ ചേർന്ന് അതേപോലെ തന്നെ നെയ്യ് എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണിത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് സൈഡ് ഡിഷായിട്ട് ഏതെങ്കിലും വെജിറ്റബിൾ കറിയോ കുറുമ അതുപോലുള്ള കറിയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ റൈസൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലേക്കായിട്ട് കുറച്ച് മല്ലിയില വിതറി കൊടുക്കുവാണ്. അപ്പോൾ നിങ്ങൾ മല്ലിയില ചേർക്കുമ്പോൾ കുറച്ച് അധികം ചേർക്കുക കേട്ടോ. ഇവിടെ മല്ലിയില കുറച്ച് നാളായിട്ട് കിട്ടാനില്ല, അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് അത് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മിക്സഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, മറക്കാതെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ, അവർക്കും ഹെൽപ്ഫുള്ളാവും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്